അങ്ങനെയൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത് ചേലക്കരയുള്ള ഒരു വൈബ് പ്ലേസിലേക്കാണ് കേട്ടോ. വൈബ് എന്ന് പറഞ്ഞാൽ പീസ്ഫുള്ളിൻ്റെ അങ്ങേയറ്റം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്ലേസ്. നല്ല കിടില ആംബിയൻസും നല്ല സൈലൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ. എല്ലാവരും ഹിഡൻ സ്പോട്ട് തപ്പി പോണ ഈ കാലത്ത് ഞാൻ നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ചേലക്കര എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ ഉൾനാടുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കിട്ടുന്നൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു കൊച്ചു സ്ഥലമാണിട്ടത്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടല്ലോ ദൂരത്തോളം പരന്നു നടക്കുന്ന നെൽപ്പാടങ്ങളും നെൽപ്പാടത്തിന് അഴകായി നിൽക്കുന്ന കരിമ്പനകളും അങ്ങിങ്ങായിട്ട് നിൽക്കുന്ന ആൽമരങ്ങളൊക്കെയാണ് കേട്ടോ. ഈ നെൽപ്പാടത്തിന് നടുവിലൂടെ ചെറിയൊരു റോഡ് പോകുന്നുണ്ടോ, അതതിൻ്റെ ഭംഗി കൂടുതലാക്കുന്നുണ്ട് എന്നാണെങ്കിൽ പറയാം. വൈകുന്നേര സമയങ്ങളിൽ ദൂര സ്ഥലങ്ങളിലേക്ക് മാത്രം പോകുള്ളൂ എന്ന് വാശി പിടിക്കാത്തവർക്കായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം, അങ്ങനെ വേണം ഈ സ്ഥലത്ത് വിശേഷിപ്പിക്കാൻ. മൊത്തത്തിൽ ശാന്തമായ ഒരു അന്തരീക്ഷം, കണ്ണിൽ കുളിർമയേകുന്ന കാഴ്ചകൾ. ഇവിടെ വന്ന് ആകെ കേൾക്കുന്ന ഈ വെള്ളം ഒഴുകുന്ന സൗണ്ടും അതേപോലെ കുറച്ച് കിളികൾ കരയുന്ന സൗണ്ടും മാത്രമാണ് കേൾക്കുള്ളൂ. പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിൽ ഇതുപോലെ ഒട്ടനവധി സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട് കേട്ടോ. എല്ലാം ഗ്രാമീണ സൗന്ദര്യങ്ങളും വിളിച്ചോതുന്ന സ്ഥലങ്ങൾ. പിന്നെ ഞാൻ കുറച്ച് ദൂരം മുന്നോട്ട് പോന്നു. ഇവിടെയാണ് ഈ മയിലുകളൊക്കെ തീറ്റയേടി എത്തുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഈ പാടത്തിൻ്റെ നടുവിലൂടെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന റോഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചിട്ട് ഞാനവിടെ കുറച്ച് നേരം നിന്നു. കുറച്ചധികം സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് പോകണം കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ തന്നെ കണ്ടതാണ്. പണ്ട് ഈ ചെടികളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നി. അങ്ങനെ ഞാൻ എന്തായാലും തിരിച്ചു പോവാണ്. ചെറിയ റോഡ്, നല്ല ഭംഗി, ഗ്രാമീണ അന്തരീക്ഷം, നല്ലൊരു മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഞാൻ പാടത്തെത്തിയപ്പോഴേക്കും അവിടെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. പ്രത്യേക ഫീല്, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീല്. അപ്പോൾ മഴയത്തിറങ്ങി വീഡിയോ എടുത്തു. അപ്പോൾ ശരി, ടാറ്റ.